Hey, what's up guys? Welcome back to another vlog. Papu, എവിടെ എവിടെ വീട്ടിലൊക്കെ മുടി ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് കടലിലേക്ക് നമ്മളെ മറ്റേ സയ്യാറെല്ലാം മറ്റേ പോലെ തന്നെ അതുൽജി നമ്മളുടെ ഏറെ എവിടെയല്ല ഏറെ ബീച്ച് എന്താ സാധനം അതെന്താ അളമ്പക്ക എന്നല്ല ഫംഗസ് അല്ലേ ഫംഗസ് നോക്കിയിട്ട് അളമ്പക്ക കല്ലുമക്കായി എന്ന് പറഞ്ഞത് എന്താടാ ഏയ് മാസ് അടാ എടുത്തേ ഇത് അളമ്പക്ക കല്ലുമക്കായി ഞാൻ പറഞ്ഞ ഫംഗസ് ആവുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാവുക കല്ലുമ്മ പാറിനടി തന്നെ ഉണ്ടാവുക ഇത് അവിടെ ഉണ്ടാവും അടാ ഇതിന്റെ അടിയിലുണ്ടാവടാ ഇതാ ഇവിടെ ഈ ഭാഗത്തുണ്ടാവും നല്ല പരിപാടി ഉണ്ടോ പൈസ കല്ലുമ്മ കളിക്കാം എവിടാ പറിക്കാടാ പൈസ കല്ലുമ്മ കളിക്കാം എടാ അവിടെ ഒരു ഭാഗത്ത് റിസോർട്ട് ഉണ്ട് ഇതാണോന്ന് അറിയില്ല നമുക്ക് ലോങ് പോയോക്കാം അവിടെ ആൾക്കാർ വന്നോ മറ്റേ ഇതിന്റെ വില ഓ നല്ല അടിപൊളി വ്യൂ കേട്ടോ കാര്യമായിട്ടൊരു ഡിസ്കഷനാണ് ഗൈസ് സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു അതുൽജി ഒറ്റക്ക് ഇവരെല്ലാം ഗാങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ മോൺസ്റ്റർ ആണ് നല്ല കാറ്റെല്ലാം കൊണ്ട് പ്രകൃതി മുഴപ്പിലം കാണിച്ചാ എവിടെ ധർമ്മട തുരുത്ത് അടാ ലോങ് കാണുന്നുണ്ടാ അത് തുരുത്ത മുഴപ്പിലങ്ങാട് ബീച്ച് മനസ്സിലായി എടാ ഇത് തുരുത്തല്ല നീ പറയുന്നത് ഉറപ്പാ ഈ ഒരു ഫൈറ്റ് അത് മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ കാടാണെന്നാണ് പറയുന്നത് ധർമ്മടം തുരുത്താന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് നോക്കി നോക്കാം അതന്നെ ആവില്ല ഫൈസ് എന്തോ ഒരു സംഭവം കണ്ടിട്ട് അങ്ങോട്ട് കൂടുന്നുണ്ട് ഫൈസ് എന്താടാ തെങ്ങിൻ്റെ ആ തെങ്ങിൻ്റെ ഇത് കാണിച്ചിട്ട് ആണെന്ന് ഫോട്ടോ എടുക്കാനെല്ലാം പറയുന്നുണ്ട് ഫൈസ് എന്തായാലും ഫൈസ് ഓടുന്നുണ്ട് ഫൈനലി വി റീച്ച്ഡ് ദ തെങ്ങ് ഈ തെങ്ങുമ്മൽ ഇരിക്കാന്നാണ് ഫൈസിൻ്റെ കണ്ടുപിടുത്തം ഫൈസ് ഇല്ലേ ഒന്നും ഇരി കയറി ഇരിയടാ ഐ എം ഷുവർ ഏ അങ്ങനെ ഫൈസ് മരംകുലിക്ക് ഫൈസ് ഞാൻ അടിച്ചേടാ ഇതെന്താ പൈസ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം പായസ് പ്രത്യേകം പറഞ്ഞ ആടാ ഇവിടെ പലതും ഉണ്ടാവും നല്ല അടിപൊളി ഓ മൈ ഗോഡ് പ്രൈം ലൊക്കേഷൻ മസർ വിദൂരതയിലേക്ക് കമ്പനിയിലെ കഥകൾ പറഞ്ഞുകൊണ്ട് അതിലും മസറും നേച്ചർ എൻജോയ് ചെയ്തുകൊണ്ടുള്ള ഫൈസും ഫോണിൽ റീൽസ് കണ്ടുകൊണ്ട് നവാലും ഇവരെ വ്ളോഗ് എടുത്തുകൊണ്ട് ഞാൻ എന്തൊരു കോമ്പിനേഷൻ അടിപൊളി ക്ലൈമറ്റ് ആട്ടോ ഒരു രക്ഷയില്ല ഇപ്പം മഴ പെയ്താൽ പണി വേണം അപ്പോഴത്തേക്ക് വേഗം കാറിലേക്ക് പോകണം ഇവിടെയൊക്കെ നല്ല നല്ല എന്താ പറയുക അടിപൊളി സ്പോട്ട് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല പണ്ടല്ലാണെങ്കിൽ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഷൂട്ടെല്ലാം ചെയ്തതാണ് അടിപൊളി ഏരിയ ചാട്ടിക്കിടക്കാം ഹൈ ഇതാരത് മോനെ ലോക്ക്ഡ് നല്ല കാറ്റുണ്ട് വെള്ളം നടന്ന കുത്തി നേരെ വണ്ടി എടുക്കുക കണ്ണൂരേക്ക് പോകുന്നു ചെറിയൊരു ഫുഡിങ് പരിപാടിയിലുണ്ട് ഇതാണ് നമ്മളെ ഏര മെയിൻ ബീച്ചല്ല നമ്മൾ ഈ ഒരു സൈഡിലേക്കാണ് വന്നത് ഇവിടെ ഒരു പള്ളീൻ്റെ മുമ്പിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അപ്പോൾ കാറെത്തിയിട്ട് കാണാം ഗൈസ് ആഹാ എന്താ മോനെ രസം ഇതാണ് മദ്രസ തോന്നുന്നത് മദ്രസ പള്ളി ഇവിടെ എന്തോ ബിൽഡിങ് വരുന്നുണ്ട് നമ്മൾ ഇതിലൂടെയാണ് നേരത്തെ ഉള്ളിലേക്ക് പോയത് കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നടന്നങ്ങനെ പോയി
അരൂട്ട ബീച്ച് എൻട്രൻസ്. ഇവിടെയാണ് വണ്ടി വെച്ചത്. ഇത് മിസ്ബാൽ മദീന മൊയ്നുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി. അതുള്ള വണ്ടി, മസറിൻ്റെ വണ്ടി. ഒരു പള്ളിയുണ്ട്. നേരെ എന്ത് ചെയ്യാം, വായര ബീച്ച് കണ്ടു കഴിഞ്ഞ് അൽ ഇലാഹിയ മദ്രസ. ഓക്കെ ഗൈസ്, പിന്നെ നല്ല തിരക്കട്ടെ, കണ്ണിലെത്തിട്ടാണ് ഗൈസ്. ലാസ്റ്റ് വി റീച്ച്ഡ് കണ്ണൂർ. നോറ ബിസ്ട്രോ. ഇപ്പൊ നമ്മള് ബേബിന്റെ അടുത്ത് എത്താനല്ലേ? ബേബി ബീച്ച് ആടന്ന് ലെഫ്റ്റിലേക്കല്ലേ ബേബി ബീച്ച്? അത് ചെയ്ത പാട്ട് ഓക്കെടാ, ബേബി നല്ല പാട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ബിസ്ട്രോയിലെത്തിയിട്ട് കാണാൻ. ഹെവി മഴ. ഫലൂദ നേഷൻ നോറ ബിസ്ട്രോ തന്നെ. ഗൈസ് ഫൈനലി വി റീച്ച്ഡ്. ഫുൾ കണ്ടിന്യൂസ് വരാണ്ട് കുറച്ച് ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച നാട്ടിലെത്താൻ തരും. വൈസ് ഇറങ്ങി, നല്ല മഴ. ഗൈസ് ഇതാണ് ഷോപ്പ്. അല്ല ഏതാ ഷോപ്പ്? ഇതാ അവിടെ അല്ല, നോറ. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നേരെ നോറയിലേക്ക് പോവാം. ഫായിസ് പ്രത്യേക ഈ ലൈറ്റിങ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ലൈറ്റിങ് എടുത്ത് ഓക്കെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം, നോറയിലേക്ക്. ഇതാണ് നമ്മളെ എൻട്രൻസ്. ഇവിടെ അടിപൊളി സ്റ്റേക്ക് എന്ന് പറഞ്ഞേ, പോയി നോക്കാം. നോക്കടാ, പിസ്സ സ്റ്റീക്ക് വേറിട്ടല്ലേ. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഫ്രഷ് ജ്യൂസ്, കാര്യങ്ങൾ, ആരോൺസ്. ഒരു പോർഷൻ വിങ്സ്, 6 വിങ്സിനല്ല. കൊറിയൻ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ അല്ല, ഈ വിങ്സ് പറയുന്നത് കൊറിയൻ അല്ലേ? 6 പീസ്. പിന്നെ ബീഫ് സ്റ്റേക്ക് ഏറ്റവും കൂടുതലുള്ള ഏതാ? 305. പിന്നെ ഒരു സാലഡ് എടുത്തോ. ചിക്കൻ വേണം, ചിക്കൻ ചിക്കൻ എടുത്തോ. ഞാൻ കഴിച്ചിട്ടില്ല. ചിക്കൻ സാലഡ് അത് മതി. മസൽസ് വേണം. ഒരു പൈനാപ്പിൾ മധുരമില്ലാണ്ട് എന്താടാ? ഒന്നുമില്ല. എന്താ പൈസ? എന്താ എനിക്ക് വ്ളോഗിൽ വരെ മടിയെന്താ? കാരണം എന്താ? റീസൺ അല്ല റീസൺ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഫായിസിന്റെ വ്ളോഗിൽ ഇടേണ്ട ആവശ്യമില്ല. എന്താ റീസൺ അല്ല? പ്രൈവസി എന്ന് വെച്ചാൽ നീ വല്ല അറിയപ്പെടുന്ന ആരും സെലിബ്രിറ്റി അങ്ങനെ, പിന്നെ എനിക്ക് അൺകംഫർട്ടബിൾ ആണ്. അതെന്തുകൊണ്ടാണ് ഇതുവരെ അങ്ങനെ വ്ളോഗിൽ വന്നിട്ടില്ല? നീ 2-3 പ്രാവശ്യം വന്ന് നോക്ക്, ഇത് മാറും. ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് ഫായിസിന്റെ ലാസ്റ്റത്തെ വ്ളോഗാണ്. ഇനി ഫായിസിന്റെ കാണൂല. മസറ ഇപ്പൊ എന്തായാലും ഓർഡർ ചെയ്താൽ നമ്മൾ കറക്റ്റ് ഫ്രൈഡ് ചിക്കൻ, വിങ്സ്, പിന്നെ ബീഫ് സ്റ്റേക്ക്, ഈ 3 ഐറ്റംസ് അല്ലേ പറഞ്ഞു? പിന്നെ സാലഡും, പിന്നെ ജ്യൂസും. അറിയാവില്ലേ? ഇനി ഫാസ്റ്റ് ഫുഡ് പറഞ്ഞാൽ കുറയാവും. 3000 പിന്നെ ഫായിസ് പറഞ്ഞു, പിന്നെ നോക്കിയാൽ സോറി പ്രൈവസി
പ്രൈവസി പോളിസി മസറല്ല ഈ ലൊക്കേഷൻ സജസ്റ്റ് ചെയ്തേ. നീ ഇടക്കിടക്ക് വരുന്നുണ്ടോ ഇവിടെ? ഒറ്റക്ക് വരുവാ? ഞാൻ സെക്കൻഡ് ടൈം നമ്മൾ വന്ന് നീ എത്ര പ്രാവശ്യം വന്നിട്ടാ? ഒരു കാര്യം ഒന്നാമത്തെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. പിന്നെ പൈസ പൈസ കേട്ട ടെൻഷനോ? ഫ്രൈഡ് ചിക്കൻ തിന്നാ പോകും വെള്ളിപ്പായനെ കൂട്ടിയിട്ട്. ഇത് വീട്ടിൽ നിന്ന് ഞാൻ മണി പോയി വെച്ചോ. എങ്ങനെയാ പറയാ, അല്ല അതാലാമോ ഒരു കോഴി എടുത്താല് 1000 ഉറുപ്പ്യാവും. 1000 ഉറുപ്പ്യക്ക് നമുക്ക് 4 കോഴി വാങ്ങാം. 4 ആഴ്ചത്തേക്കുള്ള കോഴി. ഓക്കെ ഗൈസ്, ഇനി എന്തായാലും ഫുഡ് വന്നിട്ട് കാണാം. തൊട്ട് പറഞ്ഞേ ഞാനാക്കി സുനാപ്പി നീട്ടിയൊക്കെ മറ്റേ തട്ടിക്കേ ഈ ചാട എന്ത് എന്നാണ് തൈര് നമുക്ക് സ്ഥലം ഞാൻ ടിഷ്യൂ അത് ഈ കാണുന്നു. പ്രൈവസി പോളിസി അവിടെ എന്തല്ല ഉള്ളത്? തക്കാളി, ലെറ്റ്യൂസാ, ലൈം ജ്യൂസ് ഉണ്ടോ അവിടെ? ലൈം ജ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ലൈം ജ്യൂസ് വീട്ടില്ല. ചിക്കൻ്റെ പീസ് ഇത് ചെറിയ തക്കാളിയാടാ. അതുകൊണ്ടാണ് പ്രൈസ് വരുന്നത്. ബേബി ടൊമാറ്റോ, കുക്കുംബർ, ലെറ്റ്യൂസ്, ഉള്ളി, ചിക്കൻ്റെ പീസ്. പായസം അടങ്ങിയില്ല. മസർ കയ്യിന്, നവാൽ ഏകദേശം കയ്യിന്. നീ കഴിക്കുന്നുണ്ടോ? താല്പര്യം ടൊമാറ്റോ നീ 50 എപ്പിസോഡ് ഞാൻ 10 കൂടി ഉണ്ട്. 50 ദിവസം കൂടി ഉണ്ട്. ഇപ്പൊ പിള്ളേരെല്ലാം പറയാൻ ചോദിച്ചു. ഇപ്പൊ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇനി സീക്രട്ട്ലി സാധനം കാണുന്നുണ്ട്. ബിഗ് ബോസ് അല്ലേ? ഷോർട്സ് വരും. അല്ല, ഇൻട്രസ്റ്റഡ് ആയില്ലേ? ഫായിസ് ബിഗ് ബോസ് കാണുന്ന ആളാ. എന്ത് വന്നാലും അതിന് ഫായിസ് കാണാൻ മെയിൻ കാരണം ഒന്ന് ആദില നോറ, ഒന്ന് ഗിസയില്. അല്ല, പക്ഷെ പൈസ ഇത് ഇൻട്രസ്റ്റഡ് ആണ്. ഓൾവേസ് ഫായിസ് ഇങ്ങനത്തെ കാര്യത്തിൽ ഓൾവേസ് ഇൻട്രസ്റ്റ്. നല്ലതാ. പക്ഷെ ഏറ്റവും ഇൻട്രസ്റ്റ് മസറാണ്. മസറും ഞാനും പണ്ട് മുതൽ എല്ലാ എപ്പിസോഡും കാണില്ല. ഇല്ല, മസർ എല്ലാ സീസണും കാണില്ല. ബിഗ് ബോസിൻ്റെ എല്ലാ സീസണും കാണില്ല. യെസ്, അതാണ്. നവാല് കാണില്ല എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. കാണില്ലല്ലോ. ഇല്ല, അവന് അങ്ങനത്തെ ദാറ്റ്സ് നോട്ട് ഹിസ് കപ്പ് ഓഫ് ടീ. പക്ഷെ ഫായിസ് ഈസ് ഇൻട്രസ്റ്റ്. അടിപൊളി ഇത് കാണാൻ നല്ല നിൽക്കുന്നു. ഓർമ്മണ്ടി സോസ് ഈ ഓർമ്മണ്ടി സോസ് എടുക്കണ്ടേ? തായ്ലൻഡ് KFC സോസ് കഴിച്ചോട്ടെ. സലാഡ് ഒരു രക്ഷയില്ല. സീൻ സാധനം. സോസെല്ലാം അടിപൊളി. കുറച്ച് കേട്ടത് പിന്നെ വേറെ രക്ഷയില്ല. സീൻ സാധനം. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഇവിടുത്തെ വിങ്സ്. സോസ് കൂട്ടിയിട്ട് എന്ത് ടേസ്റ്റ്. ഡിസ്കഷൻസ് ഗോയിങ് ഓൺ. നവാൽ ലാസ്റ്റ് വിളിച്ചോ? കുഴപ്പമില്ല. പൈനാപ്പിൾ ഐസ് തണുപ്പില്ല. ബ്രോ കുറച്ചൊന്ന് തണുപ്പ്. ഐസ് തീരെയില്ല. ഐസിന് കൊണ്ടായി. നെക്സ്റ്റ് കല്ലുമുക്കായി പൊയ്ങ്ങിയത്. അതായത് നറുക്കാണ്ട് പൊയ്ങ്ങി. അതാ സ്റ്റീമിട്ട് മസിൽസ് കല്ലുമുക്കായി. ഇറച്ചി മാത്രം പൊയ്ങ്ങിട്ടുണ്ട്. അതിന് നല്ല പൈസ കൊടുക്കും. അല്ല, അത് പുരക്കുന്നുണ്ടാക്കിയ പോരെ. 150 റുപ്യ 1 കിലോ കല്ലുമുക്കായി. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയിട്ടാ. 160 റുപ്യ കിലോ. ചെറിയ ചെറുത്, വലുതല്ല ചെറുത്. ഇത് പൊയ്ങ്ങി എടുത്താൽ വരുള്ളൂ. അതന്നെ ഇപ്പം നമ്മൾ ഈ ചിക്കൻ തന്നെ പറഞ്ഞ പോലെ 320 നമുക്ക് 2 കോഴി ഇടുക.
കോഴിക്ക് 155 രൂപ കിലോ ഉള്ളൂ. ഇന്നലെ ഞാൻ കോഴി എടുത്തിന് 2 ഫുൾ കോഴി എടുത്തിട്ട് സുഖമായിട്ട് ഒരാഴ്ച യൂസ് ചെയ്യും. ഇതെല്ലാം മനസ്സിലാണെങ്കിൽ കരം വെച്ചാൽ ഇതെന്താ സാധനം? തുടർന്ന് എങ്ങനെയുണ്ട് മസറ? അടിപൊളിയാ. പ്രൈവസി മാറ്റേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഇന്ന് ലാസ്റ്റ് അല്ലേ? എടാ സ്റ്റൈൽ പോയി. ഇനി കൈയിട്ട് തോണ്ടിയായി. ടിപ്പിക്കൽ പാപ്പു. നവൽ എന്താ അഭിപ്രായം? ചുയിങ്ങ ഇത് ഞാൻ പറഞ്ഞിട്ട് ഇത് കൂടുതലും പോകും. ഈ സവാളുടെ ഒരു പിങ്ക് കളർ വരുന്നുണ്ടോ? പിങ്ക് കളർ റയറിൻ്റെ പിങ്ക് കളർ റയറാ വേവാത്തോണ്ടല്ല പിങ്ക് വരുന്നത് അല്ലേ? ഓക്കെ. പായസം ഞാൻ നമ്മൾ എത്ര കൊല്ലത്തെ വന്നോടാ നമ്മളുണ്ടാവും? കൺവിൻസിങ് സ്റ്റാർ എത്ര കൊല്ലത്തെ വന്ന? 15 വർഷം. 15 വർഷമായില്ലേ? 15 വർഷത്തെ ബന്ധം അവിഹിത ഞാൻ പൈസവും. പക്ഷെ അല്ല ഹെൽത്ത് ഹെൽത്തിനും ഇഷ്ടംപോലെ ഇതുണ്ട്. നെയ്യുണ്ടാവും. ഓരോ പാർട്ടിന്റെ അതെ നെയ്യുള്ള പാർട്ടിനാണ് നല്ല തണുപ്പെടുത്തും. ലൈവ് വിത്ത് ഐസ് വിത്തൗട്ട് ഐസ്. ഐസ് വിത്തൗട്ട് ഐസ്. നവാൽ വിത്ത് ഐസ്. അത് കാലി ഐസ് ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. കാണാൻ നല്ല രസമുണ്ട്. അവിടെ ഇതെല്ലാം അവിടെ ബാക്കി ഇതെല്ലാം മുക്കിക്കുന്നുണ്ട്. സോറി ഗൈസ്, മാഷ്ഡ് പൊട്ടറ്റോ, മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ബാക്കി ബില്ല് എന്താ ഇതുള്ളത് കാണിച്ചു തരാം. എന്തായാലും മൊത്തത്തിൽ ഒരു അടിപൊളി ഡിന്നറാണ് ഗൈസ്. ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ബൈ കോട്ട് തട്ടുന്ന മസാല നോക്കട്ടെ. GST ഉണ്ട് 280 320 ആവും. GST 100 രൂപ താഴെയാണ്. 94 GST മാത്രം 94. കിട്ടും. 2000 താഴെയുള്ളത് 3% ഓ മൈ ഗാഡ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അടിപൊളി ഫുഡ്. ഇവിടെ എല്ലാവരോടും വരണമെന്ന് സജസ്റ്റ് ചെയ്യില്ല, കാരണം നല്ല എക്സ്പെൻസീവ് ആണ്. ഇതൊരു സ്റ്റേക്ക് തന്നെ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും വരിക കഴിക്കാം. ഓക്കെ, ഇനി നേരെ നമ്മൾ പോട്ടെ, ബാക്ക് ടു ഹോം. അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു.